ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരയിൽ വന്നാൽ താമസിക്കാൻ പറ്റിയ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല വ്യൂസൊക്കെ കിട്ടുന്ന ടൗണിൽ നിന്ന് കുറച്ച് മാറി വളരെ പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ. ഈ ഒരു സ്റ്റേയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക, തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത് മധുരയിൽ സ്റ്റേ ചെയ്യുന്ന റൂം കേട്ടോ. ഇതാണ് ഒരു ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്, കുക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കെറ്റിൽ ആവശ്യമുണ്ടെങ്കിൽ കെറ്റിലുണ്ട്. പിന്നെ ഇത്ര ഐറ്റംസ് ഉണ്ട് കേട്ടോ, ടീ കോഫി മേക്കർ, പിന്നെ ഫ്രിഡ്ജുണ്ട്. റേറ്റ് ഞാൻ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂം. എങ്ങനെയുണ്ട്? വിത്ത് AC, TV അകത്താണ് കേട്ടോ. പൊളിയല്ലേ? വാഷ്റൂമും കൂടെ കാണിച്ചു. ഇതാണ് നമ്മുടെ വാഷ്റൂം. നല്ല വിശാലമായ ഒരു വാഷ്റൂം അല്ലേ. ടവൽസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനി ഒന്ന് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ റൂം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ നമുക്ക് ചെറിയൊരു ബാൽക്കണി കിട്ടും. പിന്നെ മുകളിൽ ടെറസിലൊക്കെ വേണമെങ്കിൽ പോകാം കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഞാൻ പോകാത്ത. നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു വലിയ ലേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ണെന്താ ലേക്ക് അങ്ങനെ എന്താണ് കാണിക്കുന്നത്, കണ്ടോ? കറക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഇതൊരു ആക്ച്വലി ഒരു ഹൗസിങ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇതേപോലെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഇഷ്ടംപോലെ കിളികളുണ്ട്. അതുകൊണ്ട് ഈ ലേക്ക് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ കിളികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. എനിക്കൊന്ന് കുറച്ച് ടൗണിലൊക്കെ എടുക്കുന്നതിനെക്കാട്ടും ഇവിടെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ പീസ്ഫുൾ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ പീസ്ഫുള്ളായിട്ടുള്ള ഏരിയാസാണ് കുറച്ചുകൂടെ താല്പര്യം. ഉണ്ടോ? ഇഷ്ടംപോലെ കിളികളുണ്ട്. പിന്നെ അവിടെ ദൂരെ നമുക്കിതോ അവിടെ ഒരു മല കാണാം. അവിടെ പിന്നെ മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം മറ്റേ നമ്മുടെ ഈ തങ്ങൾപ്പാറ പോലെയൊക്കെ ഇരിക്കുന്നു. ഭയങ്കര ഇങ്ങനെ നിരപ്പായിട്ട് ഇങ്ങനെ ഒരു പാറ. ആക്ച്വലി ഞാനേ വെറുതെ റൂഫ് ടോപ്പിലൊന്ന് കയറിയേ. ആക്ച്വലി ഇവിടെയും ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു ബെഞ്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആ ഹൈവേ കണ്ടോ, മുകളിലൊരു ഫ്ലൈ ഓവർ, അതുവഴി നമുക്ക് പോവാം. ഞാൻ ഇടയ്ക്കൊന്ന് വഴി തെറ്റി അതിൻ്റെ മുകളിൽ കൂടെ കുറേ ദൂരം പോയിട്ടാണ് തിരിച്ചു വന്നത്. പിന്നെ കണ്ടോ ഇവിടെ ധാരാളം വീടുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മധുര മീനാക്ഷി ക്ഷേത്രം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ വെച്ച് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരിക്കുമെന്ന്. എന്തായാലും കാണാൻ പറ്റുന്നില്ല. കൊള്ളാം. എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലേക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് കാണാം. അവിടെ അതിനകത്ത് കുറേ പോത്താണോ എരുമയാണോ എന്തോ അവിടെ ഒന്ന് കിടപ്പുണ്ട് ആ വെള്ളത്തിൽ. വെറൈറ്റി ഓഫ് കൊക്കുകളുണ്ട് അതിനകത്ത്. കൊള്ളാം. അപ്പോൾ ആ പാറ കുറച്ചുകൂടെ നമുക്ക് അടുത്തായിട്ട് കാണാം മുകളിലോട്ട് കയറിയപ്പോഴേ. കൊള്ളാം. കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലം. ആക്ച്വലി ഇതൊരു അത്യാവശ്യം വലിയ ലേക്ക് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കണ്ടോ. എനിക്കൊന്ന് ടൗണിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി വൈകൈ നദിയിൽ ചെന്ന് ചേരുമോ? ടെറസിൽ കയറിയപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്റ്റേ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ആക്ച്വലി ഏറ്റവും ഹൈറ്റുള്ള ബിൽഡിംഗ് കേട്ടോ. പിന്നെ എനിക്കൊന്ന് ആ ഒരു ബിൽഡിംഗാണ്, ആ ഒരു വീടാണ്. ടെറസിൽ വന്ന് നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത്. ഇത്രയും ഹൈറ്റുള്ള വേറൊരു വീട് ഈ അടുത്ത ലൊക്കാലിറ്റിയിലില്ല. പിന്നെ കുറച്ച് ഉള്ളത് മാറി അവിടെയാണ്. കൊള്ളാം. അപ്പോൾ അതേ നമ്മുടെ തൊട്ട് പിന്നിൽ സൺസെറ്റ് കണ്ടോ. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർക്ക് പോകുന്ന വഴിക്ക് മധുരയ്ക്ക് റൂം എടുത്തതാണ് മധുരയിൽ. അപ്പോൾ ടൗണിലെടുക്കാണ്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം എയർബിഎൻബിയിൽ നോക്കിയിട്ടാണ് കിട്ടിയത്. ഈ ഒരു സ്റ്റേയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്കായത് എയർബിഎൻബിയിൽ തന്നെ 2100 അടുപ്പിച്ചാണ് ആയത്. ഇവിടെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൊക്കേഷനിൽ നിങ്ങൾ റൂംസ് മധുരയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇതാണ് ഒരു സാധാരണ ഒരു 3 നില പ്രോപ്പർട്ടി ആയിട്ടേ തോന്നത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാണ് നല്ല വിശാലമായ ഒരു കിച്ചനും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു ബെഡ്റൂം ഉള്ള ഒരു സെറ്റപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ നെഗറ്റീവ് ഒന്നും പറയാനില്ല. ഫുഡൊന്നുമില്ല,
പക്ഷേ ഗ്യാസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വേണമെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്യാം. ടൗണിലൊന്നും വലിയ ദൂരമൊന്നുമില്ല ഇവിടെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പീസ്ഫുൾ ലൊക്കേഷനാണ്. ആക്ടിവിറ്റീവ്സ് ഒന്നും പറയാനില്ല. അങ്ങനെ ഈ ഒരു റേറ്റിന് വെർത്ത് തന്നെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ മധുരയിലുള്ള ഒരു ചെറിയ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിലുണ്ടായിരുന്നത്. ഈ മധുരൈ ടൗണിൽ നിന്ന് ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളിലോട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഹോം സ്റ്റേ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ Airbnb-ലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ Airbnb വഴി ബുക്ക് ചെയ്യാം കേട്ടോ. നേരിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, Airbnb വഴിയാണ് ബുക്കിംഗ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളും രുചി അനുഭവങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.